എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡബിൻ വല്ലു വേൾഡ്. അപ്പം എല്ലാ ദിവസവും കുടിക്കുന്ന പോലെ നമ്മുടെ രാവിലത്തെ സ്മൂതി കുടിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു തുടക്കം. രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടച്ചാലും കഴിഞ്ഞ് ഉറങ്ങി ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂതി കുടിക്കുന്നത്. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നുകൊണ്ട് ഇതൊന്നും നടന്നില്ല. അപ്പം രാവിലത്തെ ഡെയിലി പതിവുള്ള നമ്മുടെ സ്മൂതി കുടിച്ചിട്ടാണ് ഇന്ന് തുടങ്ങിയത്. ആക്ച്വലി വളരെ നല്ലൊരു ടേസ്റ്റി സ്മൂതി ആയിരുന്നു. ഇന്നെനിക്ക് ഗ്രീൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഗ്രീൻസ് ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് ഞാനൊരു സ്മൂതി ഉണ്ടാക്കി കുടിച്ചു. അപ്പം അത് അങ്ങനെ കഴിഞ്ഞിട്ട് തുടങ്ങി. അപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് അത്രയൊരു സുഖം ഉണ്ടാകുന്നില്ല വേറെ പുറത്ത് പോയി വീഡിയോസും ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനൊരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു എഗ് മസാലയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പ്ലെയിൻ ഫ്ലോർ വെച്ചിട്ടുള്ള ഒരു നല്ല അപ്പവും ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് സമയത്ത് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു കേട്ടോ. 4 മുട്ടയാണ് വെച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ ഉരുളക്കിഴങ്ങും സവോളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിശ്രണങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്ലെയിൻ ഫ്ലോറിൻ്റെ കൂടെ സവോളയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് തേങ്ങയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി അത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള തത്രപ്പാടാണ്. വെള്ളം ഒഴിച്ച് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് കുഴച്ച് ഈ കാണുന്ന രീതിയിലുള്ള മിശ്രിതം ആക്കി വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് എഗ് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി ആദ്യം തുടങ്ങാം. അതിന് ശേഷമാണ് നമ്മളപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു സബോള അല്ലെങ്കിൽ 1.5 സബോള നന്നായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്ത് ഒന്ന് വെച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ സമയത്തേക്ക് മുട്ട ഇട്ടാർന്ന എല്ലാം നല്ല മാതിരി തിളച്ച് മറിഞ്ഞ് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഒരു കുഞ്ഞൊരു ഉരുളക്കിഴങ്ങ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് നല്ല അടിപൊളിയായിട്ട് കത്തിച്ച് നമ്മൾ കുക്കിംഗ് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇച്ചിരി വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് സ്ട്രെയിറ്റായിട്ട് നമ്മുടെ സവാള ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. സവാള ഇടുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ അതിനൊരു മാറ്റം വരണ്ടല്ലോ നോക്കിയിട്ട് അതുകൊണ്ട് കൂടിയിട്ടിട്ട് ഒന്നിച്ചിട്ടാണ് വഴറ്റിയത്. അതിനകത്തേക്ക് കുറച്ച് എന്താ പറയുക പാഴ്സ്ലി ലീവ്സ് അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട മസാലകളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഈ ഇരിക്കുന്ന മസാല ബോക്സിൽ നിന്നുള്ള മസാലകളാണ് ഞാൻ മോസ്റ്റ്ലി ഇടാൻ പോകുന്നത്. നമ്മുടെ എഗ് മസാല മോസ്റ്റ്ലി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്കി നമ്മൾ സാധാരണ ചേർക്കുന്ന എല്ലാ മസാലകളും തന്നെ ചേർത്ത് അല്പം മിൽക്ക് ഒഴിച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചേർന്ന മുട്ട തൊണ്ടൊക്കെ പൊളിച്ചിട്ട് അതിനകത്തേക്ക് എറിഞ്ഞിട്ട് കൊടുത്തു. ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ വെതറി കഴിഞ്ഞപ്പോഴത്തേക്കും പൊളിയായി കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കറി റെഡിയായിട്ടുണ്ട് ഒരു സൈഡിൽ. അപ്പം നമുക്ക് ചുട്ടെടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. വലിയൊരു പാനിലേക്ക് ഇച്ചിരി എണ്ണയൊക്കെ തൂവിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല റൗണ്ടിലായിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കാനായിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ സവാളയൊക്കെ കിട്ടുന്നുണ്ട് ഇച്ചിരി റൗണ്ട് വരാൻ പാടാണ്. പക്ഷേ എങ്കിൽ കൂടിയും 2 തവി മാവ് ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് പതുക്കി ഒരു ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം റൗണ്ടാക്കി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഇച്ചിരി ഇഞ്ചി, മുളക്, പച്ചമുളക്, കറിവേപ്പില അതുപോലെ തന്നെ സവാളയൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്ലെയിൻ ഫ്ലോറിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് വ്യത്യാസമാണ്. തേങ്ങ ഇടാൻ മറന്നു പോയത്. അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്ന നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എഗ് മസാലയുടെ കൂടി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയാണ് മക്കളെ, പൊളി. അങ്ങനെ ഇന്നത്തെ പരിപാടി ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടാക്കി ഞാൻ കഴിച്ചു.